എന്നെ സംബന്ധിച്ച് എ സെൽഫ് മെയ്ഡ് മാൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ മെയ്ഡപ്പ് മാൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇഫ് യു പുട്ട് എ ക്രൗൺ ഇൻ ടു എ ക്ലൗൺസ് ഹെഡ്, ഹീ കനോട്ട് ബിക്കം എ കിങ്. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ ആരാധിച്ചു പോകും. അതാണ് മോഡിയെ സംബന്ധിച്ചുള്ളത്. എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് 14 to 16 hours എ ഡേ. സത്യം പറഞ്ഞാൽ 24/7 അല്ല, 25/7 ആണ്, 365 days ആണ്. ഇൻ ലാസ്റ്റ് 11 years ഹി ഈസ് നോട്ട് ടേക്കൺ എ സിംഗിൾ ഡേ ഓഫ്. അല്ലാതെ ഒരു ഓട്ട്ചോരി യാത്ര കഴിഞ്ഞ് നേരെ പട്ടായാലും മലേഷ്യയും പോയി സുഖവാസത്തിന് പോവല്ല. കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻസ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരാളിൽ നമുക്ക് നോക്കാവോ. സംടൈംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദ ബെസ്റ്റ് മൂവ് ടു മേക്ക്. ഇപ്പം ട്രംപ് കിടന്ന് ഈ ബഹളം മുഴുവൻ വെച്ചു, മോഡി മിണ്ടിയേയില്ല, അനങ്ങേയില്ല, ദർ ഇസ് നോ റെസ്പോൺസ്, നോ റിപ്ലേസ്. ബട്ട് ത്രൂ ഹിസ് ഡീഡ്സ് ഹി ഈസ് ഗിവിങ് ഫിറ്റിംഗ് റിപ്ലേസ്. അതാണ് നമ്മളൊരു മനുഷ്യനെ കാണേണ്ടത്. ചിലപ്പം കിടന്ന് ബഹളങ്ങൾ വെക്കുന്ന ഈ മീഡിയക്കാരൊക്കെ എന്തേരം ചെളി വാരി അറിയുന്നുണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഈവൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന കാണാം, അടുത്ത് അവിടെ കാണാം. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇന്ന് നടന്നേക്കുന്നത് 75,850 crores പിന്നെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 7 sisters എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തേക്കുന്നത്. ഇന്നിപ്പം പിന്നെ എത്തനോൾ 9,000 crores എത്തനോൾ പ്രൊഡക്ഷൻ സെൻ്ററാണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ആസാമിൽ. മിസോറാമിൽ ഇന്നലെ വന്നേക്കുന്ന ട്രെയിൻ കണ്ടു. അവിടേക്ക് ആദ്യമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാമിൽ ട്രെയിൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയും, അതായത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പണ്ട് നെഹ്റു ഐ എം സോറി ആസാമിനെ പുള്ളി ഉപേക്ഷിച്ചിരുന്നു, ചൈനയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. ഇപ്പം എന്നിട്ട് ഇവരൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യം പറയട്ടെ. കോൺഗ്രസ് അല്ല ഇന്ത്യ മുന്നണി നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ലാലു പ്രസാദ് യാദവ്, തേജസ്വി, YSR, ജഗൻ റെഡ്ഡി, കരുണാനിധി, സ്റ്റാലിന് എന്ന് മുതൽ. കരുണാനിധിക്ക് 3 ഭാര്യമാരിൽ 6 മക്കളാണ്. അഴഗിരി, മുരശൊലിമാരൻ, കനിമൊഴി, സ്റ്റാലിൻ. ഒരാൾ രാജ്യസഭ MP, ഒരാൾ ലോക്സഭ MP, ഒരാൾ മിനിസ്റ്റർ, ഒരാൾ ചീഫ് മിനിസ്റ്റർ, മറ്റൊരാൾ മേയർ എന്ന് വേണ്ട. കേരളത്തിലെ ജോസ് കെ മാണി വരെ ഇന്ത്യ മുന്നണിയുടെ അംഗമാണ്, കെ മാണിയുടെ മകൻ. ഈ ഡയനാസ്റ്റിക്ക് വേണ്ടി കുറേ കുടുംബക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതേസമയത്ത് രാജ്യമാണ് മുഖ്യമെന്ന് കരുതി ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ചേക്കുന്ന ആളും എങ്ങനെ നമുക്ക് ഇവരെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല.